വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ആദ്യമായിട്ട് വളരെ നന്ദി പറയുകയാണ് മിസ്റ്റർ സതീഷ് അവർക്ക്. അദ്ദേഹമാണ് റെഗുലറായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ലൈക്കൊക്കെ ഇടുന്ന, കമൻ്റ് ഇടുന്ന ഒരേ ഒരു വ്യക്തി. സോ അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ നിഫ്റ്റിയെക്കുറിച്ച് മാത്രം, അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഇവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മളിവിടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബിലിടുന്ന വീഡിയോസ് വളരെ പ്രയോജനമുള്ള ആൾക്കാർ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ POCയെക്കുറിച്ച് കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയിൻ്റ് ഓഫ് കൺട്രോൾ. ആ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്താണെന്ന് ഒരു വ്യക്തി നമ്മുടെ യൂട്യൂബിൽ ചോദിക്കുകയുണ്ടായി. അതിന് എക്സ്പ്ലനേഷനും കൊടുത്തു. അത് നമ്മളൊരു ഇതിനെ ഒരു മാർക്കറ്റ്, അല്ലേ, ഷെയർ മാർക്കറ്റ് എന്നല്ലേ പറയുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ത, അല്ലേ. അപ്പോൾ ആ ചന്തയ്ക്കൊരു കൊടുക്കൽ വാങ്ങൽ, മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഫൈനൽ എത്തിക്കുന്നുണ്ട്. അതായത് ഫൈനൽ കൺക്ലൂഷൻ എത്തുന്ന ഒരു പ്രൈസ് ലെവലുണ്ട്. അതിനാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ വില പറയുകയാണ്. നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെയാണല്ലേ, സിയും ബൈയും 2 പേരല്ലേ ഉള്ളൂ, കൂടുതലൊന്നും ഇല്ലല്ലോ. ഓപ്ഷൻ ബയ്യറാണ് ഞാൻ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ആൾക്കാരേ ഉള്ളൂ, അല്ലേ. ഓപ്ഷൻ പുട്ടും ഓപ്ഷൻ കാളും രണ്ടേ ഉള്ളൂ. അതിനാണ് ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സാക്റ്റായിട്ട് ഈ 2 ആൾക്കാരും, ഇപ്പോൾ 2 ആൾക്കാർ വിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, 2 ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിലും, ഈ വിൽക്കുന്ന ആൾക്കാർക്ക് പ്രൈസും വാങ്ങിക്കുന്ന ആൾക്കാരുടെ പ്രൈസും ഒരു ലെവലിൽ എത്തണം, അല്ലേ. അവർ പറഞ്ഞ് ഉറപ്പിക്കണം. ആ ഉറപ്പിക്കാൻ പോകുന്ന പ്രൈസാണ് രാവിലെ നമ്മൾ പറയുന്നത്. ഇതാണ് അവർ ഉറപ്പിക്കാൻ പോകുന്ന പ്രൈസ്. ഇവിടെ നിന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലാണ് ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ്, അതായത് നിഫ്റ്റി 50 അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ മുകളിലോട്ട് പോകും. അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഓപ്ഷനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി എടുത്ത് റെഡിയാക്കി നിങ്ങൾക്കിത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ കാൾ ബൈ, പുട്ട് ബൈ ഒന്നും റെഫർ ചെയ്യാറില്ല. ഇത് ഒരു അനാലിസിസ് റെഗുലറായിട്ട് നമ്മളിവിടെ ഇടുന്നുമുണ്ട്. 130 ഇന്നലെ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസങ്ങളിൽ ചാർട്ടും പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ലെവലും ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ടെലഗ്രാം ചാനലിൽ രാവിലെ ഇന്നലെ 8:30 ആയപ്പോഴത്തേക്ക് ഇട്ടിരുന്നു, ചാർട്ട് ഇട്ടിരുന്നു. പിന്നെ 130 POC ഇട്ടിരുന്നു. ഇന്നലെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, അല്ലേ. നല്ല ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം നോർമലായിട്ടും ഒരു ഓപ്ഷൻ ബയറിന് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലറിന് നിറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത് ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ആകുമ്പോൾ എങ്ങനെയാണ് അവിടെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ബയർ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്, അല്ലേ. ബയർ നല്ല സ്ട്രെങ്ത് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്യാപ്പ് അപ്പിൽ നമ്മൾ പറഞ്ഞ 130 നമ്മളൊരു എങ്ങനെയാണ് ട്രേഡ് നോക്കേണ്ടതെന്നുള്ളത് ഒരു ലെവൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് 130 കണ്ടോ, ഇത് 25,150 CEയുടെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് നിങ്ങൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് CEയുടെ ചാർട്ടാണ്, അത് പ്രൈസ് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ് കേട്ടോ. 130 എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. 130 എത്ര എഫക്റ്റീവായിട്ടാണ്, എത്ര അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തത്. അത് 250 വരെ മുകളിലോട്ട് പോവുകയും ചെയ്തു. 100 പോയിൻറ്റിൽ കൂടുതൽ വേണോ ആർക്കെങ്കിലും? സോ ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും. ഇത് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇന്നത്തെ ചാർട്ടാണ്. ഇന്നത്തെ ചാർട്ട് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. ഇത് ലെവൽസ് ഇതൊക്കെയാണ്. ഇന്ന് 100 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക് യു വെരി മച്ച്.